നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ ആദ്യം. കയ്പമംഗലം കൂരിക്കുഴിയിൽ വീടിന് നേരെ ആക്രമണം. പിണറായി ഭരണത്തിൽ ജനം പൊറുതിമുട്ടിയെന്ന് മുൻ KPCC പ്രസിഡന്റ് VM സുധീരൻ. UDF ജില്ലാ പഞ്ചായത്ത് കയ്പമംഗലം ഡിവിഷൻ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. ഇന്നത്തെ വാർത്തയുടെ വിശദാംശങ്ങൾ നോക്കാം. കയ്പമംഗലം കൂരിക്കുഴിയിൽ വീടിന് നേരെ ആക്രമണം. കൂരിക്കുഴി ഫാറൂഖ് റോഡിൽ കുന്നുങ്ങൽ അബ്ദുൾ മുത്തലീബിന്റെ വീടിന് നേരെയാണ് ആക്രമണമുണ്ടായത്. തിങ്കളാഴ്ച രാത്രി 10 മണിയോടെയാണ് സംഭവം. മുത്തലീബ് ബൈക്കിൽ പോകവെ കൂരിക്കുഴി പള്ളിക്ക് സമീപത്തെ റോഡിൽ വെച്ച് ചാമക്കാല സ്വദേശിയായ യുവാവിന്റെ കാറിൽ ബൈക്ക് ഉരസിയെന്നാരോപിച്ച് തർക്കമുണ്ടായിരുന്നു. ഇതിനുശേഷം ഇയാൾ വലിയ മരവടിയുമായി എത്തി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് വീടിന്റെ 3 ജനൽപാളികൾ അടിച്ചു തകർക്കുകയായിരുന്നു. സംഭവ സമയം വീടിനകത്ത് 9 മാസം പ്രായമുള്ള കുഞ്ഞടക്കം ഉണ്ടായിരുന്നു. ഇവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. സംഭവത്തെ തുടർന്ന് കയ്പമംഗലം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പിണറായി ഭരണത്തിൽ ജനം പൊറുതിമുട്ടിയെന്നും നേട്ടം പറയാൻ ഈ ഭരണത്തിൽ ഒന്നുമില്ലെന്നും കോട്ടങ്ങളുടെ കൊടുമുടിയിലാണ് പിണറായി വിജയൻ നിൽക്കുന്നതെന്നും മുൻ KPCC പ്രസിഡന്റ് VM സുധീരൻ പറഞ്ഞു. മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇത്രയേറെ അപജയമുണ്ടായ കാലം ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല. നല്ല മാർക്സിസ്റ്റുകാർ ഈ തിരിച്ചറിവിന്റെ പാതയിലാണെന്നും അത് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിക്കുമെന്നും VM സുധീരൻ പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് തൃപ്പയാർ ഡിവിഷൻ UDF സ്ഥാനാർത്ഥി അനിൽ പുളിക്കലിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളം ഒരു മാറ്റത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു. ജനാധിപത്യം മൗലികമായൊരു കടമയാണ്. നമുക്കറിയാം, പരിപൂർണമായ വോട്ടവകാശം, ആ വോട്ടവകാശത്തെ പോലും സങ്കീർണമാക്കുന്ന, ഇല്ലാതാക്കുന്ന ജനാധിപത്യ വിരുദ്ധമായ പ്രവർത്തനങ്ങൾക്ക് നരേന്ദ്രമോദി സർക്കാർ നേതൃത്വം കൊടുക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിശ്ചയിക്കാനുള്ള ഉന്നതാധികാര സമിതിയിൽ നിന്നും ചീഫ് ജസ്റ്റിസിനെ പുറത്താക്കി അതിനു പകരം പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന ഒരു മന്ത്രിയെ നിയോഗിക്കുന്ന രീതിയിൽ ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്ന് ഇപ്പോഴത്തെ നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിശ്ചയിച്ചു. BJPയുടെ മോഡിയുടെ കയ്യിലെ പാവയായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, BJPയുടെ താല്പര്യങ്ങൾ നടപ്പിലാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി മൗലികമായ പൗരൻ്റെ അവകാശത്തെ പോലും ഇല്ലാതാക്കുന്ന ഒരവസ്ഥ. അതിനെതിരെ ശക്തമായ പ്രതിഷേധം പാർലമെൻറ്റിലും നിയമസഭകളിലും രാജ്യത്തെങ്ങും ഉയർന്നു വന്നു. നമുക്കറിയാം അവരുടെ പ്രവർത്തനം. അടുത്ത കാലത്ത് തുടങ്ങിയ SIR തുടങ്ങിയ ബീഹാറിൽ 65 ലക്ഷം വോട്ടർമാരെയാണ് ഇല്ലാതാക്കിയത്. 65 ലക്ഷം വോട്ടർമാരെ. അത് കഴിഞ്ഞു 21 ലക്ഷം വോട്ടർമാരെ കൂട്ടിച്ചേർത്തു. തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോഴെന്താണ് കാണുന്നത്? തെരഞ്ഞെടുപ്പ് ഫലം പരിശോധിച്ചാൽ അറിയാം, ജയിച്ച BJP, ജയിച്ച JDU 50 വോട്ട്, 100 വോട്ട്, 150 വോട്ട്, 121 വോട്ട്, ഇതിൻ്റെയൊക്കെ ഭൂരിപക്ഷം. തെരഞ്ഞെടുപ്പിൻ്റെ ബീഹാറിലെ വിജയം എന്ന് പറയുന്നവരുടെ വിജയം എന്ന് പറയുന്നത് അട്ടിമറി വിജയമാണ്. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ K. ദിലീപ് കുമാർ അധ്യക്ഷത വഹിച്ചു. തൃപ്പയാർ ഡിവിഷൻ UDF സ്ഥാനാർത്ഥി അനിൽ പുളിക്കൽ, മുസ്ലിം ലീഗ് സംസ്ഥാന സമിതി അംഗം KA ഹാറൂൺ റഷീദ്, KPCC സെക്രട്ടറി സുനിൽ അന്തിക്കാട്ട്, BR വിജയൻ, DCC സെക്രട്ടറി ശോഭ സുബിൻ, സുനിൽ ലാലൂർ, ജില്ലാ പഞ്ചായത്ത് തളിക്കുളം ഡിവിഷൻ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് AT നേന, സജയ് വൈനപ്പിള്ളി, ഷൈജൻ ശ്രീവത്സം, മുഹമ്മദ് ഹാഷിം, PS സന്തോഷ്, NA അലി എന്നിവർ സംസാരിച്ചു. വലപ്പാട്, നാട്ടിക, എടത്തിരുത്തി പഞ്ചായത്തുകളിലെ ത്രിതല UDF സ്ഥാനാർത്ഥികളെ VM സുധീരൻ ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. UDF ജില്ലാ പഞ്ചായത്ത് കയ്പമംഗലം ഡിവിഷൻ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി. ജില്ലാ പഞ്ചായത്ത് കയ്പമംഗലം ഡിവിഷൻ സ്ഥാനാർത്ഥി സലീം പുറക്കുളത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചത്. മൂന്നുപീടിക ബസ് സ്റ്റാൻഡിൽ നടന്ന കൺവെൻഷൻ AICC സെക്രട്ടറി TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം കമ്മിറ്റി ചെയർമാൻ SA സിദ്ദിഖ് അധ്യക്ഷനായി.
മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് CA മുഹമ്മദ് റഷീദ് മുഖ്യപ്രഭാഷണം നടത്തി. DCC ജനറൽ സെക്രട്ടറിമാരായ CS രവീന്ദ്രൻ, KF ഡൊമിനിക്, PMA ജബ്ബാർ, CC ബാബുരാജ്, CJ പോൾസൺ, UDF നേതാക്കളായ PM അമീർ, സുനിൽ P മേനോൻ, PK മുഹമ്മദ്, KA അഫ്സൽ, PS മുജീബ് റഹ്മാൻ, TS ശശി, സുധാകരൻ മണപ്പാട്ട്, KV അബ്ദുൽ മജീദ്, CA അബ്ദുൽ ജലീൽ തുടങ്ങിയവർ സംസാരിച്ചു. നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതായും ബൈകളി എന്ന് പാടിയ കമ്മ്യൂണിസ്റ്റുകാരുണ്ടാകും. ഉണരുവിൻ പട്ടിണിയിലെ തടവുകാരെ നിങ്ങൾ, ഉണരുവിൻ ഭൂമിയിലെ പീഡിതരെ നിങ്ങൾ എന്ന സർവദേശീയ ഗാനം പാടിയ നല്ല ശുദ്ധന്മാരായ കമ്മ്യൂണിസ്റ്റുകാർ ഈ നാട്ടിലുണ്ടാകും. ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ചിത്രത്തിന് പകരം ബൊളീവിയൻ കാടുകളിൽ ഒളിപ്പോരാളിയായ ചെഗുവേരയുടെ ചിത്രം കയ്യിൽ മഷുകൊണ്ട് കൊത്തിവെച്ചവരും നെറ്റയിൽ വെള്ളത്തുണി കെട്ടി അതിൽ ആലിംഗനം ചെയ്തവരുമായ DYFIക്കാരുണ്ടാകും. അവരൊക്കെ നല്ല കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിൽ ഇന്നത്തെ പിണറായി വിജയന്റെ ഈ കമ്മ്യൂണിസത്തിനെതിരെ അവരുടെ മനസ്സിന്റെ വികാരം പ്രകടിപ്പിക്കാൻ കിട്ടിയ മഹാസന്ദർഭമാണ് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എന്ന് ഈ ശബ്ദം കേൾക്കുന്നവരിൽ നല്ല കമ്മ്യൂണിസ്റ്റുകാരെ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ജില്ലാ പഞ്ചായത്ത് താന്യം ഡിവിഷൻ LDF സ്ഥാനാർത്ഥി KP സന്ദീപ് താന്യത്തെ വിവിധയിടങ്ങളിൽ പര്യടനം നടത്തി. അയക്കാനിപ്പം പ്രത്യേകിച്ച് പറയാം 100-101% സന്ദീപ് സഹായിക്കണം. കിഴിപ്പുള്ളിക്കര, പെരിങ്ങോട്ടുകര, ചെമ്മാപ്പള്ളി, തൃപ്പയാർ, കിഴക്കേനട, പെരിങ്ങോട്ടുകര, നാലുംകൂടിയ സെന്റർ എന്നിവിടങ്ങളിലായിരുന്നു സ്ഥാനാർത്ഥിയുടെ പര്യടനം. ബ്ലോക്ക് പഞ്ചായത്ത് LDF സ്ഥാനാർത്ഥികളായ MB സുരേഷ്, TB മായ, സിജോ പുലിക്കോട്ടിൽ, വിനീത ബെന്നി, താന്യത്തെ വിവിധ വാർഡുകളുടെ LDF സ്ഥാനാർത്ഥികൾ, LDF നേതാക്കൾ തുടങ്ങിയവരും സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു. കിഴിപ്പുള്ളിക്കര പ്രദേശത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ത്രിതല പഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി നമ്മുടെ പ്രിയങ്കരനായ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി സന്ദീപ് കൂടി എത്തിച്ചേർന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ബ്ലോക്ക് സ്ഥാനാർത്ഥി സിജോ പുലിക്കോട്ടിൽ, വാർഡ് സ്ഥാനാർത്ഥി സജിത സുനിൽകുമാർ എന്നിവരൊക്കെ ഈ പ്രദേശത്തെ വോട്ടർമാരുമായി കണ്ട് സംവദിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കുന്നതിനും ജനങ്ങളെ കണ്ട് അനുഗ്രഹവും ആശീർവാദവും വാങ്ങിക്കുന്നതിനും എത്തിച്ചേർന്നിരിക്കുകയാണ്. എല്ലാവരും ഈ സ്ഥാനാർത്ഥികളെ അഭിവാദ്യം ചെയ്യുകയും അവരെ സഹായിക്കുകയും കൂട്ടി. എടത്തിരുത്തി സൗത്ത് അയിനിച്ചോട് നിന്ന് വീട്ടുമുറ്റത്ത് മലമ്പാമ്പിനെ പിടികൂടി. തിങ്കളാഴ്ച രാത്രി 8:30യോടെയാണ് വേത്തോട്ടിൽ രജനി സന്തോഷിന്റെ വീട്ടുമുറ്റത്ത് മലമ്പാമ്പിനെ കണ്ടത്. വീട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് ചാലക്കുടി ഫോറസ്റ്റിന് കീഴിലെ RRT അംഗം കൂളിമുട്ടം സ്വദേശി അൻസാരി എത്തി പാമ്പിനെ പിടികൂടി. പിടികൂടിയ മലമ്പാമ്പിന് 8 അടിയോളം നീളമുണ്ട്. മലമ്പാമ്പിനെ വനപാലകർക്ക് കൈമാറി. ഇടവേളയ്ക്ക് ശേഷം നോക്കാം മറ്റു വാർത്തകൾ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത്
ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് #1 ബ്രോഡ്ബാൻഡ് സർവീസ്. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. വാർത്തകൾ തുടരുന്നു. 3 പീടികയിൽ വീട്ടുപറമ്പിൽ നിന്നും മുള്ളൻ പന്നിയെ പിടികൂടി. തിങ്കളാഴ്ച രാത്രി 10:30യോടെയാണ് 12-ാം വാർഡിൽ കന്നത്തുപടി ഷമീറിന്റെ വീട്ടുവളപ്പിൽ മുള്ളൻ പന്നിയെ കണ്ടത്. വീട്ടുകാർ ഫോറസ്റ്റിനെ വിവരം അറിയിച്ചതിനെ തുടർന്ന് ചാലക്കുടി ഫോറസ്റ്റിന് കീഴിലുള്ള RRT കൂളിമുട്ടം സ്വദേശി അൻസാരി എത്തിയാണ് മുള്ളൻ പന്നിയെ പിടികൂടിയത്. മുള്ളൻ പന്നിയെ ഫോറസ്റ്റിന് കൈമാറി. UDF വാടനപ്പള്ളി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം മുൻ KPCC പ്രസിഡന്റ് VM സുധീരൻ നിർവഹിച്ചു. ഞാൻ ആലോചിക്കാറും പഴയ കാലം, ശരിക്കും പറഞ്ഞാൽ ഞാൻ താമസിക്കുന്നത് ഇതിൻ്റെ നേരെ ഈ പുഴയുടെ അക്കരെ പുരാമ്പക്കടവിൻ്റെ ആ കരയിലാണ് താമസിക്കുന്നത്. പുരാമ്പുഴ കടവ് കടന്ന് നേരെ വാടനപ്പള്ളി എത്രയോ മീറ്റിംഗ് എന്നെ ഞാൻ KSU ജില്ലാ സെക്രട്ടറി ആയിരുന്ന ഫസ്റ്റ് പ്രീ ഡിഗ്രി വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് വാടാനപ്പള്ളിയിലെ ഏത് മീറ്റിംഗ് ഉണ്ടെങ്കിലും ആ മുതിർന്ന നേതാക്കന്മാർ അവിടെ നിന്ന് പ്രസംഗിക്കാൻ പറ്റും. എൻ്റെ രാഷ്ട്രീയ പരിശീലനത്തിൻ്റെ കേന്ദ്രമാണ് വാടാനപ്പള്ളി എന്നത്. എനിക്കതിന് അവസരം തന്ന ആ പൂർവ്വകാല നേതാക്കന്മാരുടെ ഒരുപാട് പേരുടെ ദുഃഖങ്ങളുടെ മനസ്സിലേക്ക് വന്നിരുന്നു. അവരെയൊക്കെ ഞാൻ ആദരപൂർവ്വം കടപ്പാടോടുകൂടി ഈ അവസരത്തിൽ സ്മരിക്കുകയാണ്. എനിക്ക് ഇന്നൊരു വലിയ വിശ്വാസം വന്നിരിക്കുകയാണ് വാടാനപ്പള്ളിയെക്കുറിച്ചൊരു വിശ്വാസം. വാടനപ്പള്ളി മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് MA മുസ്തഫ അധ്യക്ഷത വഹിച്ചു. KPCC മെമ്പർ CA സെബാസ്റ്റ്യൻ, DCC സെക്രട്ടറി CM നൌഷാദ്, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ദീപൻ, സംസ്ഥാന മഹിളാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി സുബൈദ മുഹമ്മദ്, യൂത്ത് കോൺഗ്രസ് സ്റ്റേറ്റ് സെക്രട്ടറി മുഹമ്മദ് ഹാഷിം, മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് PM ഷരീഫ്, യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് AM സനൌഫൽ, മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് PA സിദ്ദിഖുൽ അക്ബർ, മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി AY ഹർഷാദ്, രജനി കൃഷ്ണാനന്ദ്, PM ഹംസ, PA ഷാഹുൽ ഹമീദ്, രേഖ അശോകൻ, മുൻ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് REA നാസർ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ KV ശ്രീജിത്ത്, CM ശിവപ്രസാദ്, CM രഘുനാഥ്, അഹമ്മദ് ഉണ്ണി, മണ്ഡലം ബ്ലോക്ക് ഭാരവാഹികൾ, കോൺഗ്രസ് മുസ്ലിം ലീഗ് പ്രവർത്തകർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. നാളുകളായി നിലച്ചുപോയ അന്തിക്കാട് ജനമൈത്രി പോലീസ് സംവിധാനം തിരിച്ചുവരുന്നു. പുതിയതായി ചാർജെടുത്ത SHO കേഴ്സൺ V മാർക്കോസിന്റെ നേതൃത്വത്തിൽ വിവിധ മേഖലകളിലുള്ളവരെ ഉൾപ്പെടുത്തി പ്രാരംഭ യോഗം അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ ചേർന്നു. രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ, ബാങ്ക് പ്രതിനിധികൾ, ക്ലബ്ബ് ഭാരവാഹികൾ, മാധ്യമപ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. കൂടുതൽ പേരെ പങ്കെടുപ്പിച്ച് വിപുലമായ മറ്റൊരു യോഗവും ഉടനെ നടത്തി ജനമൈത്രി പോലീസ് സംവിധാനം കാര്യക്ഷമമാക്കുകയാണ് ലക്ഷ്യം. അന്തിക്കാട് സ്റ്റേഷൻ പരിധിയിൽ സ്ഥാപിച്ച 105 ക്യാമറകളിൽ 30 എണ്ണം മാത്രമാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. കേടുവന്ന ക്യാമറകൾ ശരിയാക്കി എടുക്കുകയാണ് ആദ്യ നടപടി. ഇതിനുവേണ്ട സാമ്പത്തിക സഹായ സഹകരണങ്ങൾ ഉൾപ്പെടെ ലഭ്യമാക്കുന്നതിന്
അന്തിക്കാട് സ്റ്റേഷൻ ലിമിറ്റിലെ മുഴുവൻ ധനകാര്യ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടവരുടെ യോഗം ഉടനെ വിളിച്ചുകൂട്ടുമെന്ന് പോലീസ് അറിയിച്ചു. SI MA അബ്ദുൽ നാസർ, ഉണ്ണികൃഷ്ണൻ, PRO രാമചന്ദ്രൻ, വിവിധ സംഘടനാ പ്രതിനിധികളായ ഷിബു പൈനൂർ, BD അനിൽകുമാർ, ഗോകുൽ കരിപ്പള്ളി, സലാല ഷഫീർ, ജോർജ് അരിമ്പൂർ, ശശിധരൻ മനക്കൊടി, പ്രവീൺ തളിക്കുളം, KC സുജിത്ത്, M സജയ്, അന്തിക്കാട് പ്രസ് ക്ലബ്ബ് സെക്രട്ടറി അബ്ബാസ് വീരാവുണ്ണി, ഭാരവാഹികളായ ഹുസൈൻ മുറ്റിച്ചൂർ, AJ വിൻസൻ, മണികണ്ഠൻ കുറുപ്പത്ത്, സജീവൻ കാരമുക്ക് എന്നിവർ സംസാരിച്ചു. യുവതലമുറയിൽ മയക്കുമരുന്ന് വിരുദ്ധ ബോധവൽക്കരണം ശക്തിപ്പെടുത്തുന്നതിനായി തളിക്കുളം ലയൺസ് ക്ലബ്ബ്, തളിക്കുളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അവബോധ ക്ലാസ് സംഘടിപ്പിച്ചു. ആന്റി നാർക്കോട്ടിക്സ് മൂവ്മെന്റിന്റെ ജില്ലാ കോർഡിനേറ്ററായ ഉണ്ണി വടക്കാഞ്ചേരി ക്ലാസ് നയിച്ചു. മുൻ ഡിസ്ട്രിക്ട് ഗവർണർ ED ദീപക് ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റായ CBK ലാൽ അധ്യക്ഷനായി. പ്രധാന അധ്യാപിക ഹഫ്സത്ത് ഷെരീഫ, പ്രോഗ്രാം കോർഡിനേറ്റർ PK ഭരതൻ, AP രാമകൃഷ്ണൻ, TN സുഗതൻ, ലീല രാമകൃഷ്ണൻ, അനിത ഭരതൻ, PK തിലകൻ, സെക്രട്ടറി നന്ദകുമാർ കുനിയത്ത്, ജോയിന്റ് സെക്രട്ടറി AS തിലകൻ, KR സിദ്ധാർത്ഥൻ, CK അശോകൻ, KA ഷൌക്കത്ത് അലി, AM ജമാൽ എന്നിവർ സംസാരിച്ചു. ഐക്യജനാധിപത്യ മുന്നണി താന്യം മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ പെരിങ്ങോട്ടുകര നാലംകുടിയ സെന്ററിൽ ജാനകി കോംപ്ലക്സിൽ നടത്തി. KPCC ജനറൽ സെക്രട്ടറി ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. അത്തരം പ്രവർത്തന പരിപാടികൾ കൃത്യമായി ഏറ്റെടുക്കാനും നടത്തിക്കാനും നമുക്കെല്ലാവർക്കും കഴിഞ്ഞാൽ വലിയ വിജയം നമുക്ക് നേടിയെടുക്കാൻ കഴിയും. പരമ്പരാഗതമായ വോട്ടിംഗ് ശൈലിയിലൊക്കെ വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ ആധിപത്യമുള്ള പ്രദേശങ്ങൾ എന്നൊക്കെ അവകാശപ്പെട്ടിരുന്ന പല പ്രദേശങ്ങളും, പ്രത്യേകിച്ച് ചാഴൂർ, അന്തിക്കാട്, താന്യം ഈ 3 ഗ്രാമപഞ്ചായത്തുകളുമായി ബന്ധപ്പെട്ട വോട്ടിങ്ങിന്റെ പാറ്റേൺ പരിശോധിക്കുമ്പോൾ പരമ്പരാഗതമായ വോട്ടിംഗ് ശൈലിയിലൊക്കെ തന്നെ വലിയ മാറ്റം ഉണ്ടായിരിക്കുക. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാത്രം ആധിപത്യമുണ്ട് എന്ന് അവർ അവകാശപ്പെട്ടിരുന്ന പല സ്ഥലങ്ങളിലും ആ ആധിപത്യമൊക്കെ അവസാനിച്ചു പോയി എന്ന് മാത്രമല്ല, സുരേഷ് ഗോപിക്ക് വലിയ ലീഡുണ്ടായി എന്ന് പറയുന്നത് പരമ്പരാഗത വോട്ടുകളിലുണ്ടായ തകർച്ചയാണ് എന്ന കാര്യം നമ്മൾ തിരിച്ചറിഞ്ഞത്. എന്തുകൊണ്ടത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ BJPക്ക് അനുകൂലമാണോ എന്ന് ചോദിച്ചാൽ അല്ല. അതിനപ്പുറത്ത് സ്ഥാനാർത്ഥികളുടെ മികവിനെ സംബന്ധിച്ചൊക്കെ തന്നെ ഓരോ വോട്ടർമാരും കൃത്യമായി കാര്യങ്ങൾ പഠിക്കുന്നവരാണ്, മനസ്സിലാക്കുന്നത്. UDF ചെയർമാൻ MK ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറി സുനിൽ അന്തിക്കാട്, ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി ഷൈജു സായിറാം, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥികളായ ആൻഡോ തൊറയൻ, വേണുഗോപാൽ കൊല്ലാറ, ഉഷ ഉണ്ണികൃഷ്ണൻ, നേതാക്കളായ KK അശോകൻ, അഡ്വക്കേറ്റ് സുനിൽ ലാലൂർ, VK പ്രദീപ്, രാജേഷ്, EM ബഷീർ, ഹബീബുള്ള എന്നിവർ സംസാരിച്ചു. എടത്തിരുത്തിയിൽ വ്യാപാരിയെ വീട്ടുപറമ്പിലെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. എടത്തിരുത്തി കുമ്പളപ്പറമ്പ് സ്വദേശി തേക്കാനത്ത് വീട്ടിൽ മാത്യൂസ് ആണ് മരിച്ചത്. 55 വയസ്സായിരുന്നു. ഇന്ന് രാവിലെ 8 മണിയോടെയാണ് മാത്യൂസ് കുളത്തിൽ വീണ് കിടക്കുന്നത് വീട്ടുകാർ കണ്ടത്. ഉടൻ തന്നെ കരാഞ്ചിറ മിഷൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെട്ടിരുന്നു. കൈ രണ്ടും തുണികൊണ്ട് കൂട്ടിക്കെട്ടിയ നിലയിലായിരുന്നു. ആത്മഹത്യയെന്നാണ് പ്രാഥമിക നിഗമനം. കയ്പമംഗലം പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു. എടത്തിരുത്തിയിലെ വളം വ്യാപാരിയാണ് മാത്യൂസ്. ഇനി ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. കയ്പമംഗലം കൂരിക്കുഴിയിൽ വീടിന് നേരെ ആക്രമണം. പിണറായി ഭരണത്തിൽ ജനം പൊറുതിമുട്ടിയെന്ന് മുൻ KPCC പ്രസിഡന്റ് VM സുധീരൻ. UDF ജില്ലാ പഞ്ചായത്ത് കയ്പമംഗലം ഡിവിഷൻ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.